ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശു ക്രിസ്തുവിന്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിത്യജീവന്റെ മൊഴികൾ എന്ന വചന പരമ്പരയിൽ അതിന് വന്ന് പ്രസംഗിക്കുവാൻ ദൈവം ഇടയാക്കി കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇതിന് അവസരം തന്ന എല്ലാ അഡ്മിന്മാരോടുമുള്ള നന്ദിയെ തരണത്തിൽ അറിയിക്കുന്നു. അതുപോലെ ഞങ്ങളെ ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സപ്പിലും ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മൾ പ്രധാനമായും ചിന്തിച്ചുകൊണ്ടിരുന്ന യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ചാണല്ലോ. രണ്ടാം വരവിൽ നമ്മൾ പ്രധാനമായിട്ടും ചിന്തിച്ച ഒരു കാര്യം നമ്മൾ എഫേസ്യ സഭയെ കുറിച്ചായിരുന്നല്ലോ, അല്ലെ? എഫേസ്യ സഭ എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചു, അല്ലെ? എഫേസ്യ സഭ, അല്ലെ, അവിടെ പ്രധാനമായ ചില കണ്ടെത്തലുകൾ അവർ കണ്ടെത്തി എന്നുള്ള കാര്യത്തെക്കുറിച്ച് കള്ള അപ്പോസ്തലന്മാരെയും നിക്കോലമയ ഉപദേശങ്ങളെയും എതിർക്കുന്ന ഒരു കൂട്ടമായിരുന്നു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റവരായിരുന്നു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് പഠിച്ചു. അപ്പോ നമ്മൾ അതിന്റെ അടുത്ത ഭാഗത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അത് ഞാനും വായിക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്നാൽ, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പറുദീസയിൽ ഉള്ള ജീവവശത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. അപ്പം ആത്മാവ്, അതായത് ദൈവം ആത്മാവാകുന്നു എന്ന് യേശു ക്രിസ്തു പറയുന്നത് നമുക്ക് കേൾക്കാം. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ദൈവം ആത്മാവാകുന്നു, സത്യനമസ്കാരികൾ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു. ഇതിന്റെ ബാക്കി പത്രമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത്, അല്ലെ? ചെവിയുള്ളവൻ കേൾക്കട്ടെ, ഞാൻ ദൈവത്തിന്റെ പറുദീസയിലുള്ള വിഷയത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ അവിടെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച, ഒരു ആത്മാവായ ദൈവം, അല്ലെ, ആത്മാവായ ദൈവം ജയിക്കുന്നവന് എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? സഭയ്ക്ക് കൊടുക്കുന്ന ഓരോ വാഗ്ദത്തങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ 16-ന്റെ-18 നമ്മൾ വായിക്കുന്നു. 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അപ്പോ സഭ, അല്ലെ, എല്ലാവരും വിചാരിക്കുന്ന പത്രോസാണ് ആ പാറ എന്നാണ്. പത്രോസ് അല്ല, കർത്താവ് യേശു ക്രിസ്തു തന്നെയാണ് അതിന്റെ പാറ എന്ന് പറയുന്നത്, അല്ലെ? നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു സഭയെക്കുറിച്ചും അതിന്റെ ശക്തിയെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട്. കാരണം കർത്താവ് യേശു ക്രിസ്തുവിൽ അടിയുറച്ച്, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവാണ് സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്ന ആ അടിസ്ഥാനത്തെയാണ് അവിടെ കാണിക്കുന്നത്, അല്ലെ? ലൂക്കോസ് 10-19 നമ്മൾ വായിക്കുന്നു. ലൂക്കോസ് 10-19 നമ്മൾ കാണുന്നു, 10-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. സഭ എന്ന് പറയുമ്പോൾ പല ആളുകളും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് കെട്ടിടങ്ങളാണ്, അല്ലെ? കുരിശൊക്കെ വെച്ച്, കുറെ പുണ്യവാളന്റെ പടമൊക്കെ വെച്ച്, അല്ലെ, അങ്ങനെയുള്ള ഒരു കെട്ടിടമാണ് സഭ എന്നാണ് എല്ലാവരുടെയും തെറ്റിദ്ധാരണകൾ. സഭ എന്ന് പറയുമ്പോൾ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തെയാണ് സഭ എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അപ്പൊ ജനങ്ങളുടെ തെറ്റിദ്ധാരണകൾ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, AD 250 ശേഷം വന്ന പിതാക്കന്മാരെന്ന് പറയുന്ന ദുരുപദേശം പറയുന്ന ആൾക്കാർ വന്ന് ജനങ്ങളെ തെറ്റിച്ചതിന്റെ ഫലമായിട്ടാണ് കെട്ടിടങ്ങൾക്കകത്താണ് ദൈവം വസിക്കുന്നത് എന്നുള്ള കാര്യം അവരെ പറഞ്ഞ് തെറ്റിച്ച്, അതിന്റെ ഫലമായിട്ടാണ് ഇന്നിവിടെ കാണുന്ന പല കെട്ടിടങ്ങളായിട്ടുള്ള പള്ളികളുടെയും തുടക്കം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്, അല്ലെ? യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, 16-ന്റെ
33 വാക്യം. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ വിശ്വാസിയും കർത്താവിന്റെ സഭയായിട്ട് പണിയപ്പെടുകയാണ്. അപ്പോൾ അതില് കഷ്ടമുണ്ട്, എന്നാലും ധൈര്യപ്പെടുവീൻ എന്നാണ് കർത്താവ് പറയുന്നത്. ഞാൻ ലോകത്തെ ജയിച്ചു. കർത്താവ് ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, റോമർ 8-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. 37-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് കാണുവാൻ കഴിയുന്നത്. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെ പൂർണ്ണ ജയം പ്രാപിക്കുന്നു. അല്ലേ? നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം. ആരാണ് നമ്മെ സ്നേഹിച്ചത്? കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മെ സ്നേഹിച്ചത്. അവൻ സ്നേഹിച്ചവൻ, അല്ലേ, മുഖാന്തരം ഇതിലൊക്കെയും നമ്മൾ എന്ത് ചെയ്യുന്നു? പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. അല്ലേ? അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിലാണ് നമ്മൾ പൂർണ്ണമായ ജയം പ്രാപിക്കുന്നത്. അവനിലാണ് നമ്മളത് ആ കാര്യം എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. ഇത്തരണത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. 1 യോഹന്നാൻ നമ്മൾ വായിക്കുമ്പോൾ 1 യോഹന്നാൻ 2-ാം അധ്യായം 1 യോഹന്നാൻ 2-ാം അധ്യായം 13 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. 13 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. പിതാക്കന്മാർ ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ നിങ്ങൾക്ക് എഴുതുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ദുഷ്ടരെ ജയിച്ചിരിക്കാൻ നിങ്ങൾക്ക് എഴുതുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. പിതാക്കന്മാരെ മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരായാലും ദൈവവചനം നിങ്ങളിൽ വസിക്കാലും നിങ്ങൾ ദുഷ്ടരെ ജയിച്ചിരിക്കാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അവിടെ നമ്മൾ ശ്രദ്ധിച്ചു വായിക്കുമ്പോൾ തന്നെ കാണാം, പിതാക്കന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ഞാൻ എഴുതിയിരിക്കുന്നു. അപ്പൊ ആദ്യം മുതലുള്ളത് വളരെയധികം നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ പിതാവാണ്, അല്ലെ? പിതാവിനെ അറിഞ്ഞിരിക്കുന്നു. അപ്പൊ ആദ്യം മുതലുള്ളത് ആരാണ്? പിതാവാണ്. അപ്പം ആ ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടായി ക്രിസ്തുവിനെ, അല്ലെ, ആ ക്രിസ്തുവിനെ അന്വേഷിക്കുമ്പോൾ നമുക്ക് ആ പിതാവിനെ കാണുവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ടാണ് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഫിലിപ്പോസ് ചോദിക്കുകയാണ്, പിതാവിനെ ഒന്ന് കാണിച്ചു തരണം. ഇപ്പക്കാരാണെങ്കിൽ പറയും മേളിലിരിപ്പുണ്ടായിരുന്നു പക്ഷെ കാണിച്ചില്ല, അല്ലെ? എന്നെ കണ്ട അതുപോലെ ഒരുപോലെ ഇരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്ന് അവര് പറയും. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞതിന്റെ അർത്ഥം. ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടാണ് യേശു ക്രിസ്തു എന്ന് വളരെ വ്യക്തമായും സ്പഷ്ടമായും അവിടെ രേഖപ്പെടുത്തിയിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നു. 1 യോഹന്നാൻ 4:4 നമ്മൾ വായിക്കുന്നു. 4:4 1 യോഹന്നാൻ 4:4 4-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചു മരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ല. ഇല്ലേ? അപ്പൊ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവായിട്ടിരിക്കുകയാണ്. അതല്ലേ പറയുന്നത്, എന്റെ നാമത്തിൽ അയക്കാനുള്ള പരിശുദ്ധാത്മാവ് എന്ന് കർത്താവായ യേശു ക്രിസ്തു പറയുന്നതിന്റെ പൊരുൾ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് തന്നെയാണ് അതിന്റെ സത്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 5-ാം അധ്യായം, അതിന്റെ തന്നെ 5-ാം അധ്യായം 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നിങ്ങളുടെ വിശ്വാസം തന്നെ. നിങ്ങളുടെ വിശ്വാസം, യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? അല്ലേ? അപ്പൊ ദൈവത്തിന്റെ പുത്രത്വം എന്തിനെ കാണിക്കുന്നു? നമ്മുടെ വീണ്ടെടുപ്പിനെയാണ് അത് കാണിക്കുന്നത്. അതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവൻ, അതായത് നിങ്ങളുടെ വീണ്ടെടുപ്പ് അവിടെയാണ് സംഭവിക്കുന്നത്. ദൈവം മനുഷ്യനായി ഭൂമിയിൽ ഒരു പുത്രനായിട്ട് വെളിപ്പെട്ടു എന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? രക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. നിങ്ങൾ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ്, അല്ലെ? വിശ്വസിക്ക് എന്താണ്? ദൈവത്തിന് വിശ്വസിക്കുക, അല്ലാതെ ആരാകുന്നു ലോകത്തെ? നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ, ലോകത്തെ ജയിക്കണമെങ്കിൽ എന്താണ്? ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടായി ക്രിസ്തു നമ്മളെ വീണ്ടെടുത്തു, അല്ലെ? അവൻ പുത്രനായി വന്ന് വീണ്ടെടുത്തു എന്ന് വിശ്വസിക്കുമ്പോൾ, അല്ലെ, കർത്താവ് ദൈവം മനുഷ്യനായി വെളിപ്പെട്ട്
അല്ലെ നമ്മളെ വീണ്ടെടുത്തു എന്ന് വിശ്വസിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ലോകത്തെ ജയിച്ചു എന്നുള്ളതാണ് അതിനെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സത്യം എന്ന് പറയുന്നത്. വെളിപ്പാട് പുസ്തകം 21:7 നമ്മൾ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 21 അധ്യായം 7 വാക്യത്തിൽ നമ്മൾ കാണുന്നു. 7 വാക്യത്തിൽ പറയുന്നു, ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും, ഞാനവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. അപ്പൊ എങ്ങനെയാണ് ജയിക്കുവാൻ കഴിയുന്നത്? ദൈവത്തിന്റെ പുത്രത്തിലുള്ള വെളിപ്പാടിൽ വിശ്വസിക്കണം, അല്ലെ? ആ പ്രത്യക്ഷതയാകുന്ന കർത്താവായ യേശുക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ജയിക്കുന്നവനായി മാറും. അപ്പോൾ നമ്മൾ എന്താണ്? ദൈവത്തിന്റെ മകനായി തീരുന്നു എന്നുള്ളതാണ്. ആ പുത്രത്വമാവുന്ന വെളിപ്പാടിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, ആ പുത്രത്വത്തിൽ നമ്മൾ കൈക്കൊള്ളുമ്പോൾ, ആ പുത്രത്വത്തെ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് എന്താണ്? വീണ്ടെടുപ്പ് സംഭവിക്കുന്നു. വീണ്ടെടുപ്പ് സംഭവിക്കുമ്പോൾ നമ്മൾ ലോകത്തെ ജയിക്കുന്നു. ആ ജയം എന്താണ്? ദൈവം, അല്ലെ, ദൈവത്തിന് നമ്മൾ എന്തായിരിക്കും? മകനായിരിക്കും എന്നുള്ളതാണ് ആ ഒരു പ്രസ്താവന നമ്മളെ കാണിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പം എതിർ ശക്തികളുടെ മേൽ ജയം നേടണമെങ്കിൽ എന്ത് വേണം? അതായത് പിശാചിന്റെ ശക്തികളിൽ നിന്ന് നമുക്ക് രക്ഷ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷയുടെ നാഥനുമായി സ്വീകരിച്ച് അവന്റെ നാമത്തിൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവ് എന്ന ദാനം നമ്മൾ സ്വീകരിക്കണം. സ്വീകരിക്കുമ്പോൾ മാത്രമേ ഈ രക്ഷ നമ്മളിലേക്ക് കിടന്നു വരികയുള്ളൂ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6 അധ്യായം 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6 അധ്യായം 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, കർത്താവിലും അവന്റെ അമിത ബലത്തിലും നമ്മൾ എന്ത് ചെയ്യണം? ശക്തിപ്പെടണം. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചു കൊള്ളുകയും. അതായത് ഒന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ലോകത്തെ ജയിക്കണമെങ്കിൽ എന്താണ്? കർത്താവിലും അവന്റെ അമിത ബലത്തിലും എന്ത് ചെയ്യണം? ശക്തിപ്പെടണം. 2, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം നമ്മൾ ധരിക്കണം. ഇനി അടുത്ത പറയുന്നത് എന്താണ്? നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. ഇനി നമുക്ക് ജഡരക്തങ്ങളോടല്ല നമുക്ക് എന്താണ് പോരാട്ടമുള്ളത്? കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി വീണ്ടെടുക്കപ്പെട്ട ജനം എന്താണ്? പോരാട്ടം ആരോടല്ല? ഈ ജഡരക്തങ്ങളോടല്ല അവർക്ക് എന്താണ് പോരാട്ടമുള്ളത്? വാഴ്ചകളോടും അധികാരങ്ങളോടും പിന്നെ അതിനോടാണ് ഈ അന്ധകാരത്തിന്റെ ലോക അധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രയെന്ന് വളരെ വ്യക്തമായി കാണുന്നു. ഇനി അടുത്ത്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവീൻ. സർവായുധ വർഗം നമ്മൾ എടുത്തുകൊള്ളണം. 14 വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടി നീതി എന്ന കവചം ധരിച്ചും. നീതി എന്ന കവചം, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചു. അതുപോലെ തന്നെ സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരിപ്പാക്കി എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയെടുത്തും കൊണ്ട് നിൽപ്പീനെന്ന് അവിടെ കാണുന്നു. 17 വാക്യത്തിൽ രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാടും കൈക്കൊള്ളുകയും. 18 വാക്യത്തിൽ പറയുന്നു, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചുകൊണ്ടും സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. അപ്പൊ സകല വിശുദ്ധന്മാർക്ക് വേണ്ടി, അല്ലെ, ഭൂമിയിലുള്ള വിശുദ്ധന്മാരെയാണ് ഉദ്ദേശിച്ചത്. മരിച്ചുപോയ മരിച്ചവരും മൗനതയിൽ ഇറങ്ങുന്നവരും ദൈവത്തെ സ്തുതിക്കുന്നില്ല എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളെ നടത്തിയവർ, നമ്മളെ വഴി നടത്തിയവർ ഒക്കെയാണ് വിശുദ്ധന്മാർ എന്ന് പറയുന്നത്. ദൈവത്തിന് വേണ്ടി നിന്നവർ, അല്ലെ, നമ്മളെ ദൈവത്തിന് നമുക്ക് കാണിച്ചു തന്നവർ, അങ്ങനെയുള്ള വിശുദ്ധന്മാരായ ആൾക്കാരുണ്ട്. ദൈവത്തിന് വേണ്ടി പോരാടിയവർ, അല്ലെ, അപ്പോസ്തലന്മാരാകാം. അങ്ങനെയുള്ള ആൾക്കാരെയാണ് അവിടെ വിശുദ്ധന്മാർ എന്ന ഗണത്തിൽ, അതായത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട്, അതായത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവ് എന്ന ദാനം സ്വീകരിച്ചുകൊണ്ട് കർത്താവിന്റെ വേലയിൽ അധ്വാനിക്കുന്ന, പോരാടുന്ന ദൈവജനത്തെയാണ് വിശുദ്ധന്മാരെന്ന്
സംബോധന ചെയ്യുന്നത്. അപ്പോ അതവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്, അല്ലെ? ജയിക്കുന്നവൻ പിന്നെ ഒരിക്കലും പരാജയപ്പെടുകയില്ല ഇല്ലയോ എന്നാണ് നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത്. പാപം ചെയ്യില്ലെന്നാണോ അതിന്റെ അർത്ഥം? സങ്കീർത്തനങ്ങളുടെ പുസ്തകം 37:24 നമ്മൾ വായിക്കുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 37-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. 24-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ വീണാലും നിലംപരിചാകുകയില്ല, യഹോവ അവനെ കൈപിടിച്ച് താങ്ങുന്നു. അറിയാം, ദൈവത്തിന്റെ മനുഷ്യന്. അപ്പൊ ദൈവത്തിന്റെ മനുഷ്യന് പരാജയമോ പാപത്തിൽ വീഴുകയോ എന്നല്ല അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. എന്ന് എഴുതിയിരിക്കുന്ന അവൻ വീണാലും നിലം പരിചാകുകയില്ല, യഹോവ അവനെ കൈപിടിച്ച് താങ്ങുമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെ? സദൃശ്യവാക്യങ്ങൾ 4-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. 4-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം: അവർ ദോഷം ചെയ്തിട്ടല്ലാതെ ഉറങ്ങുകയില്ല, വല്ലവരെയും വീഴ്ചിട്ടല്ലാതെ അവർ കുറുക്കും വരികയില്ല. 24-ന്റെ 16. സദൃശ്യവാക്യങ്ങൾ 24-ന്റെ 16-ാമത്തെ വാക്യം. 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും, ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ നശിച്ചു പോകും. വളരെ വ്യക്തമായിട്ടൊരു കാര്യം എഴുതിയിരിക്കുകയാണ്. നീതിമാൻ ആരാണ്? ഈ നീതിമാൻ ഞാനിപ്പോ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ, അല്ലെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് ആ രക്ഷ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിന്റെ ദാനം സ്വീകരിച്ചവരെല്ലാം എന്താണ്? നീതിമാന്മാരാണ്, അല്ലെ? ദൈവത്തിന്റെ നീതിമാന്മാരാണ്. ആ നീതിമാൻ എന്ത് ചെയ്യും? 7 പ്രാവശ്യം വീണാലും എന്ത് ചെയ്യും? അവൻ എഴുന്നേൽക്കും. ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ എന്ത് ചെയ്യും? നശിച്ചു പോകുമെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 6:12 നമ്മൾ വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 6:12, 6-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. 12-ാമത്തെ വാക്യത്തിൽ കാണുന്നു: ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് എപ്പോഴും എന്താണ്? ഒരു മനസ്താപം ഉണ്ടാകണം, അല്ലെ? നമുക്ക് എപ്പോഴും ദൈവത്തോട് മാനസാന്തരപരമായ ജീവിതം, അല്ലെ? എവിടെയെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് പാപം ചെയ്യുവാനുള്ള ലൈസൻസ് അല്ല ഇത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. അബദ്ധവശാൽ ഞാൻ പെട്ടുപോയി, ഒരു തെറ്റിൽ അകപ്പെട്ടു എങ്കിൽ എന്താണ്? എനിക്കൊരു മാനസാന്തരപരമായ ഒരു ജീവിതം എനിക്കുണ്ടാവണം എന്നുള്ളതാണ് അത് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഇനി റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നു. 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു: എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. പല സപ്പോസൻ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുകയാണ്, എന്താണ്? എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ എന്ത് ചെയ്യുന്നില്ല? നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ, തിന്മ എന്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണവും ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അയ്യോ, ഞാൻ എന്താണ്? അരിഷ്ടനായ മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്നും എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ അവിടെ കാണുന്ന എന്താണ്? ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാട് വീണ്ടെടുപ്പിനെ കാണിക്കുന്നു. ആ വീണ്ടെടുത്ത കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ദൈവത്തിന്റെ, അല്ലെങ്കിൽ പിതാവിനെ കാണുന്നു. ആത്മാവായ ദൈവത്തെ, ആ യേശു കർത്താവിനെ നമ്മൾ സ്വീകരിക്കുമല്ലോ. ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടായ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ എന്താണ്? സ്വീകരിച്ച ശേഷം അവൻ മുഖാന്തരം നമുക്ക് എന്ത് ചെയ്യുന്നു? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞ് 2 പേരല്ല. വളരെ ചിന്തിക്കേണ്ട ഒരു പോയിന്റ് ആണ്, അല്ലെ? ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാട് എന്ന് പറയുമ്പോൾ മറ്റൊരാളാണോ? മറ്റൊരു വ്യക്തിത്വമല്ല. അതാണ്
മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഇനി 2 കൊരിന്ത്യർ 4-ാം അധ്യായം 17 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 2 കൊരിന്ത്യർ 4-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. എവിടെയാണ്? മൺപാത്രങ്ങളിൽ. മൺപാത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ശരീരത്തെയാണ് മൺപാത്രമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും എന്ത് ചെയ്യുന്നു? വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ ജീവിച്ചിരിക്കുന്ന ഞങ്ങളെല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. അതെങ്ങനെയാണെന്ന്? മൺപാത്രങ്ങളിലാണ് ദൈവത്തിന്റെ ആത്മാവിനെ പകർന്നിരിക്കുന്നത്. സകല വിധം കഷ്ടം സഹിക്കുന്നവരെങ്കിലും എന്താണ്? ഇടുങ്ങിയിരിക്കുന്നില്ല. ദൈവത്തിന്റെ ആത്മാവുള്ളത് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെങ്കിലും എന്ത് ചെയ്യുന്നില്ല? ആ ബുദ്ധിമുട്ടിൽ എന്ത് ചെയ്യുന്നില്ല? അവർ നിരാശപ്പെടുന്നില്ല. ഉപദ്രവം അനുഭവിക്കുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുന്നില്ല? ഉപദ്രവം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഉപേക്ഷിക്കപ്പെടുന്നില്ല. വീണ് കിടക്കുന്നവരെങ്കിലും എന്ത് ചെയ്യുന്നില്ല? നശിച്ചു പോകുന്നില്ല എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും എന്ത് ചെയ്യുന്നു? വഹിക്കുന്നവരാണ്. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായിട്ട് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൽ എന്താണ്? ജീവൻ വ്യാപരിക്കുകയാണ്. ആ ജീവൻ നമ്മൾ നേടിയെടുക്കണം. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് അവനെ കർത്താവും നാഥനുമായി സ്വീകരിച്ച് അവന്റെ നാമത്തിൽ ഉച്ചാരപ്പെടുമ്പോൾ ആ ശക്തി നമ്മളിലേക്ക് കടന്നു വരും എന്നുള്ള കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യാക്കോബിന്റെ സുവിശേഷം 3:2 നമ്മൾ വായിക്കുമ്പോൾ, യാക്കോബിന്റെ സുവിശേഷം 3:2, നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായ സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. അത് ശ്രദ്ധിക്കേണ്ടത്. നാം എല്ലാവരും പലതിലും എന്ത് ചെയ്യുന്നു? തെറ്റിപ്പോകുന്നവരാണ്. എന്താണ്? ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവൻ കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായ സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, അല്ലേ? അപ്പോ നമ്മളവിടെ കണ്ട കാഴ്ച എന്താണ്? നമുക്ക് തെറ്റുകൾ സംഭവിക്കുമെങ്കിലും എന്താണ്? ദൈവത്തിന്റെ ആത്മാവിൽ മാനസാന്തരമുള്ളവരായി തീരുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോൾ ആ സഭയ്ക്ക് ഇല്ലാഞ്ഞൊരു ഗുണം എന്താണ്? മാനസാന്തരമില്ലായിരുന്നു. അവരെവിടെയോ വീണു പോയിരിക്കുന്നു. അവരെ കുറിച്ച് ഒരു കുറ്റം പറയുവാനുണ്ട് എന്ന് കർത്താവ് പറഞ്ഞ എന്താണ്? മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്നും നീക്കുകയും ചെയ്യും. അതാണ് ആദ്യ സ്നേഹം. അതായത് ആദ്യ സ്നേഹം ഇപ്പോൾ ഇല്ല. തെറ്റുകളിൽ വീണ് കഴിഞ്ഞപ്പോ അവരെന്ത് ചെയ്തു? ദൈവത്തെ ഉപേക്ഷിച്ച് കാണുമായിരിക്കാം. അതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രധാനമായ മാനസാന്തരം അവർക്ക് ഇല്ല. ഒന്നുകിൽ അവർ സ്വയം മിടുക്കരായി എന്നുള്ള ചിന്ത അവരെ ബാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 1 യോഹന്നാൻ 1-ാം അധ്യായം 8 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, 8 മുതൽ 9 വരെ, നമുക്ക് പാപം ഇല്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ പറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക്
എന്താണ് എഴുതിയിരിക്കുന്നത് അവിടെ? നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ, അല്ലെ? അവര് ചിലപ്പോൾ എഫേസ്യ സഭ പറഞ്ഞു കാണും, അല്ലെ? ഈ പറയുന്ന എഫേസ്യസിലെ സഭ പറഞ്ഞു കാണും, എന്താണ്? എന്നിൽ പാപമില്ല, അല്ലേ? അവിടെ യോഹന്നാൻ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്താണ്? നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുകയാണ്. സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് എന്ത് ചെയ്യും? നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ നമ്മൾ എന്താണ്? നമ്മളെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ദിവസങ്ങളിൽ ശോധന ചെയ്യണം, അല്ലേ? നമ്മൾ പാപിയല്ല, പാപം ചെയ്തിട്ടില്ല, ഏറ്റു പറയാതെ ഉപേക്ഷിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ അതെന്താണ്? ദൈവം നിലവിളക്കുകൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് എടുത്തു മാറ്റുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഈ വാക്യങ്ങളൊക്കെയും നമ്മളോട് സംസാരിക്കുന്നത് എന്താണ്? അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ വാക്യങ്ങളിലൂടെ ഒക്കെ നമുക്ക് എന്താണ്? ഞെരുക്കങ്ങൾ ഉണ്ടാകാം, പ്രലോഭനങ്ങൾ ഉണ്ടാകാം, പീഡനങ്ങൾ ഉണ്ടാകാം. ലോകവും ജഡവും പിശാചും നമുക്കെതിരെ എന്ത് ചെയ്യുക? തൊടുത്തുവിടുന്നൊന്നും വകവയ്ക്കാതെ ജീവിത അവസാനം വരെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശ്വാസം തുടരുക. അതാണ് ജയിക്കുക എന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ജയിക്കുന്നവർ വിശ്വാസം നിലനിൽക്കുകയും അവിടെ തുടർച്ചയായി അങ്ങനെ ചെയ്യുന്നതെന്ന് ജീവിതത്തിൽ വെളിവാക്കുകയും ചെയ്യുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 22:32 നമ്മൾ വായിക്കുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 22:32, ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. അവൻ അവനോട്, കർത്താവേ, ഞാൻ നിന്നോട് നമുക്ക് 32 മതി. 32ാമത്തെ വാക്യം, ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തീർന്നു വന്നത് ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക എന്ന് അവിടെ പറയുന്നു. അപ്പൊ എബ്രായർ ലേഖനം 10-ാം അധ്യായം അതിന്റെ 39ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. 10:39 നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയാകുന്നു എന്ന് അവിടെ കാണുന്നു. യാക്കോബിന്റെ ലേഖനം വായിക്കുമ്പോൾ 2-ാം അധ്യായം, യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ, സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കും നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരം എന്ത് എന്ന് അവിടെ കാണുന്നു. അങ്ങനെ വിശ്വാസവും പ്രവൃത്തികൾ ഇല്ലാത്തതിനാൽ സ്വതവേ നിർജീവമാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 1 പത്രോസ് 1:5 നമ്മൾ വായിക്കുന്നു. 1 പത്രോസ് 1:5 നമ്മൾ കാണുന്നു. 5-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയത്. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിൽ നമ്മൾ വീണ്ടും ജനിക്കുന്നു. എന്തിനാണ്? ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? ജനിച്ചിരിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ലോകത്തിലുള്ളതിനേക്കാൾ വലിയവനായതുകൊണ്ടാണ് അവർ നമ്മുടെ കൂടെ ഇരിക്കുന്നവരാണ്. ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. 1 യോഹന്നാൻ 4:4, അല്ലെ? ദൈവമാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. 1 യോഹന്നാൻ 4:4, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിനുള്ളവരാകുന്നു, അവരെ ജയിച്ചിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ.
വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. ജയവീരനായ കർത്താവായ യേശു ക്രിസ്തു എല്ലാവരിലും ഉണ്ട്, അല്ലേ? അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം സ്വീകരിച്ച് അവന്റെ നാമത്തിൽ സ്നാനപ്പെട്ട്, അല്ലേ, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കും. ആരുടെ നാമത്തില്? എന്റെ നാമത്തിൽ അയക്കാനുള്ള പരിശുദ്ധാത്മാവ് എന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് എന്താണ്? ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നു എന്നുള്ള കാര്യമാണ് വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മാവിനെ സ്വീകരിക്കുന്നവർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അവന്റെ ആത്മാവിനെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിച്ചാൽ അത് വിജയമായിരിക്കും. നമ്മൾ ജയിക്കുന്നവരായി മാറും, അല്ലെ? ശക്തിയും എന്താണ് വിശ്വാസം എന്നൊരു വലിയ അധികാരവും ശക്തിയും ദൈവം അവരിൽ നൽകിയിട്ടുണ്ട്. എബ്രായർ ലേഖനം 10-ാം അധ്യായം, എബ്രായർ 10-ാം അധ്യായം 39-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കും, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണെന്ന് പറയുന്നു. എബ്രായർ 11-1 പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു, അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ എന്താണ്? ഈ ദിവസങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആരെങ്കിലും പിൻപറ്റാതെ പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് മാനസാന്തരപ്പെട്ട് വരുവാനുള്ള സമയം കർത്താവ് ഈ ദിവസങ്ങളിൽ നൽകും എന്നുള്ള കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന. എഫെസോസിലെ സഭയ്ക്ക് ഒരവസരം കൂടി കർത്താവ് അവിടെ കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അടുത്ത പറഞ്ഞിരിക്കുകയാണ്, ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരദീസ. ലൂക്കോസിന്റെ സുവിശേഷം 23-43 നമ്മൾ വായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 23-43 നമ്മൾ വായിക്കുന്നു. 43-ാമത്തെ വാക്യത്തിൽ യേശു അവനോട്, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായിട്ടും നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. 2 കൊരിന്ത്യർ 12-4 നമ്മൾ വായിക്കുമ്പോൾ 2 കൊരിന്ത്യർ 12-4 നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്ത വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. അവിടെ 12-4 പർദീസയെ കുറിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോ ജയിക്കുന്നവൻ എന്താണ്? ദൈവത്തിന്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം. എന്താണ് ജീവവൃക്ഷത്തിന്റെ ഫലം? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഉൽപ്പത്തി 2-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ഉൽപ്പത്തി 2-9. ഉൽപ്പത്തി 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഒമ്പതാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു, കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലവുമുള്ളതുമായ ഓരോ വൃക്ഷവും തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെ കുറിച്ച് അറിയാവുന്ന അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്ത് നിന്ന് മുളപ്പിച്ചു. അതാണ് ജീവവൃക്ഷം. ജീവവൃക്ഷം നന്മ തിന്മകളെ കുറിച്ച് അറിയുന്ന അറിവിന്റെ വൃക്ഷം എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, എന്താണ് നന്മ തിന്മകളെ കുറിച്ച് അറിയുവാനുള്ള കാര്യത്തെ കുറിച്ചാണ് അവിടെ ആ വൃക്ഷത്തെ കുറിച്ച് അവിടെ പരാമർശിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇപ്പൊ എന്താണ്? ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ആ വൃക്ഷത്തിന്റെ ഫലം നമ്മൾ ഭക്ഷിക്കുമ്പോൾ എന്താണ്? നന്മ തിന്മകളെ കുറിച്ച് അറിയാൻ കഴിയും എന്നുള്ള കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയത്. 2:9 പ്രകാരമാണെങ്കിൽ, അല്ലെ, നമുക്ക് ആ ഒരു കാര്യത്തെ കുറിച്ചാണ് അവിടെ കർത്താവായ യേശു ക്രിസ്തു
പറയുന്നത്. അപ്പോൾ 3-ാം അധ്യായത്തില് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 3-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. യഹോവയായ ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ അറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ച് തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ദൈവവചനം വളരെ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മുടെ എഫെസസിലെ സഭയോട് പറയുന്ന ദൂതുകളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജീവവൃക്ഷത്തിന്റെ ഫലം അവർക്ക് തിന്മാൻ കൊടുക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ അവിടെ വായിച്ച് കേട്ടു. അപ്പോ കർത്താവിന്റെ വരവിനായി ഒരുങ്ങിയിരിക്കുന്ന ദൈവജനം എഫെസോസ് സഭയിലെ വിശ്വാസികളെ പോലെ ആകാതെ മാനസാന്തരപ്പെട്ട് കർത്താവിന് വേണ്ടി ജീവിതം കൊടുക്കുവാൻ സഹായമാകട്ടെ ഈ വചനങ്ങൾ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ദൈവം എല്ലാവരെയും ധാരാളമായി സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ. ആമേൻ.